കഴിഞ്ഞ ദിവസം RJD നേതാവ് ലാലു പ്രസാദ് യാദവിനെ ബീഹാറിലെ പാട്നയിൽ വെച്ച് ANAയുടെ ഒരു മാധ്യമപ്രവർത്തകൻ ഇന്റർവ്യൂ ചെയ്തു. ചില ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചു. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവയായിരുന്നു: ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ മാറ്റങ്ങൾ രാജ്യത്ത് ഉണ്ടാകും, എന്തൊക്കെയാണ് നിങ്ങളുടെ വാഗ്ദാനങ്ങളെന്നായിരുന്നു. ലാലു പ്രസാദിന്റെ ഒരു മറുപടി ഇതാണ്: പൂര മുസ്ലിം കോട്ട, മുസ്ലിങ്ങൾക്ക് പൂർണ്ണ സംവരണം. എന്താണ് ഈ പൂർണ്ണ സംവരണം മുസ്ലിങ്ങൾക്ക്? അത് രണ്ടു തരത്തിൽ പ്രാധാന്യമുള്ള വിഷയമാണ്. ഒന്ന്, അപകടകരമായ ഒരു വാഗ്ദാനമാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായൊരു വാഗ്ദാനമാണ്. ഭാരതത്തിന്റെ ഭരണഘടനയില് മതാടിസ്ഥാനത്തിലുള്ള സംവരണം പറഞ്ഞിട്ടില്ല. അത് ഭരണഘടനാപരമായ അപകടമാണ്. സാമാജിക സന്തുലിതാവസ്ഥ തകർക്കുന്നതിന് വഴിയൊരുക്കുന്നതുമാണ്. മതത്തിന്റെ പേരിലുള്ള സംവരണം കൊടുത്തിരിക്കുന്നത് സാമൂഹികമായ പിന്നോക്കാവസ്ഥ കാലങ്ങളായി, വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി അനുഭവിച്ചു വന്നവർക്ക് അവരെ സമാജത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ചെയ്തത്. പിന്നെ ലാലു പ്രസാദ് യാദവ് മാത്രമല്ല ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. INDA മുന്നണിയുടെ സർവാധികാരിയായ രാഹുൽ ഗാന്ധി തൊട്ടേ തുടങ്ങിയ സംഗീതമായിരുന്നു. ഇവര് പല കാര്യങ്ങളും പോലെ ഇക്കാര്യത്തിലും കള്ളപ്രചരണം, ശുദ്ധമായ നുണ ഇറക്കിവിട്ട്, അതായത് ദേശീയ ജനാധിപത്യ മുന്നണിയും നരേന്ദ്രമോദിയും വീണ്ടും അധികാരത്തിൽ വന്നാല് സംവരണങ്ങൾ ഇല്ലാതാക്കും, ഭരണഘടന ഭേദഗതി സംവരണം ഇല്ലാതാക്കും എന്നുള്ള ഒരു പച്ചക്കള്ളം, നട്ടാൽ നുണക്കേടാന്ന് പറഞ്ഞ കള്ളം. ഈ കള്ളം പറഞ്ഞാണ് രാഹുൽ ഗാന്ധി നാളോടുകൂടി നടക്കുന്നത്. ആ സമയത്ത് നരേന്ദ്രമോദി കൃത്യമായിട്ട് മറുപടി ഇതിൽ കൊടുത്തു. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് SC, ST, പിന്നെ OBC, പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണം, അവരുടെ സംവരണം വെട്ടിക്കുറച്ച് അത് മുസ്ലിമിന് കൊടുക്കുന്ന രീതിയാണ് നിങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അത് അനുവദനീയമല്ല. അത് ആന്ധ്രയിൽ ഇവർ ചെയ്തു, കർണാടകയിൽ ശ്രമിച്ചു, തെലങ്കാനയിൽ നോക്കി, പല സ്ഥലങ്ങളിലും അങ്ങനെ ഒരു പരിശ്രമം. ഈ കേരളത്തിലുള്ള സംവരണം ഉണ്ടല്ലോ, അപ്പം OBC സംവരണത്തിനകത്ത് അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഉള്ള സംവരണത്തിനകത്ത് മുസ്ലിം സംവരണം വരുത്തുക എന്ന് പറഞ്ഞാലുള്ള അപകടം. ഭരണഘടന അനുസരിച്ച് 50% എന്നൊരു പരിധിയുണ്ട് സംവരണത്തിന്. അതുകൊണ്ട് ഇപ്പോഴുള്ള സംവരണം അതിന് അളവ് കൂട്ടാൻ പറ്റില്ല. ഈ സംവരണത്തിലേക്ക് വീണ്ടും മുസ്ലിമിന് വേണ്ടി മാറ്റിവെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇന്ന് കിട്ടുന്ന സംവരണം കിട്ടുന്ന പാവപ്പെട്ട പട്ടികജാതിക്കാരന്റെ, പാവപ്പെട്ട പട്ടികവർഗക്കാരന്റെ, പാവപ്പെട്ട പിന്നോക്ക വിഭാഗക്കാരന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന പണിയാണ്. കൈയിട്ട് വാരി മുസ്ലിം വർഗീയവാദികളെ പ്രീണിപ്പെടുത്താൻ വേണ്ടി കൊടുക്കുക എന്ന നടപടിയാണ് INDA മുന്നണി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത്, അതിനുള്ള രാഷ്ട്രീയക്കാരനും പറയുന്നത്, മോദിയും രാഷ്ട്രീയ സ്വയംസേവക സംഘവും BJP എല്ലാം സംവരണത്തിനെതിരാണെന്ന്. ഒരിക്കലും ഒരു കാലഘട്ടത്തിലും സംവരണത്തിനെതിരെന്നൊരു നയം സംഘത്തിന്റെ ഭാഗത്തു നിന്നോ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ ഭാരതീയ ജനസംഘത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. ഈ മണിക്കൂറുകൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന് മധ്യപ്രദേശിൽ മറുപടി നൽകി. അതിനുശേഷം ലാലു പ്രസാദ് യാദവ് ഇത് തിരുത്തി. അദ്ദേഹം പറഞ്ഞത് മതാടിസ്ഥാനത്തിൽ ഒരു സംവരണത്തെക്കുറിച്ച് താൻ പറഞ്ഞിട്ടില്ല എന്നാണ്. ഡിജിറ്റൽ യുഗമാണ്. ANAയുടെ ആ ബൈറ്റ് നാട്ടുകാർ മുഴുവൻ കാണുകയും ചെയ്തു. എന്നിട്ടും ഉളുപ്പില്ലാതെ അത് അദ്ദേഹം വിഴുങ്ങി. പക്ഷെ ഈ മണിക്കൂറിലും അദ്ദേഹത്തെ തിരുത്തുവാനോ അദ്ദേഹത്തിന്റെ വാക്കുകളെ തെറ്റാണെന്ന് പറയാനോ ഇന്ത്യ മുന്നണിയിലെ ഒരാൾ പോലും തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടാണ്? അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇന്ത്യ മുന്നണിയുടെ ഉള്ളിലുള്ള ധാരണയാണ് പുറത്തു പറഞ്ഞത്. ഇപ്പൊ സനാതന മതം ഇല്ലാതാക്കുക, ഹിന്ദുവിനെ ഇല്ലാതാക്കുക, ഹിന്ദു രാഷ്ട്രം ഇല്ലാതാക്കുക, വന്നു കയറിയാൽ രാമക്ഷേത്രം തട്ടിപ്പൊളിക്കുക, രാമക്ഷേത്രം ഇല്ലാതാക്കുക. ഇന്നലെ ഇദ്ദേഹം പറഞ്ഞ പോലെ, മറ്റേ നമ്മുടെ പ്രമോദ് കൃഷ്ണൻ പറഞ്ഞതുപോലെ, ഇതിനൊക്കെ വഴി അന്വേഷിക്കുക എന്നുള്ളത് ഇവരുടെ കൃത്യമായ അജണ്ടയാണ്. അതുപോലെ മോദിജി പറഞ്ഞതുപോലെ പാവപ്പെട്ട ഹിന്ദു സ്ത്രീകളുടെ താലി വരെ എടുത്ത് മറ്റുള്ളവരെ പീഡിപ്പിക്കാൻ വേണ്ടി കൊടുക്കുമെന്ന് പറഞ്ഞതൊക്കെ ഇവരുടെ അജണ്ടയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ലാലു പ്രസാദിനെ തിരുത്താത്തത്. തന്നെയല്ല, ഒരു കാര്യം കൂടെ കേട്ടുള്ളൂ. ലാലു പ്രസാദ് ഇപ്പൊ പറഞ്ഞു തിരിച്ചത് എന്താ പറഞ്ഞിരിക്കുന്നത്? ജാതിയുടെ പേര് കൊടുക്കില്ലെന്നല്ലേ പറഞ്ഞത്. അതിനു വേണ്ടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്.
മറ്റു പിന്നോക്ക വിഭാഗക്കാരിലേക്ക് മുസ്ലിങ്ങളെ ചേർത്തേക്കുക. അപ്പൊ ഇവിടെ ഇപ്പൊ പറയാൻ ഉദാഹരണത്തിന് ഈഴവ സമൂഹം അവര് മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടതാ. അവർക്ക് അല്ലെങ്കിൽ മറ്റു വിഭാഗപ്പെട്ടവർക്കോ ഷെഡ്യൂൾ കാസ്റ്റിനോ ഷെഡ്യൂൾ ട്രൈബിനോ കിട്ടേണ്ട സംവരണത്തിലേക്ക് ഒരു മുസ്ലിം ഘടകം കൂടെ ചേർത്ത് കഴിഞ്ഞാല് അതിന്റെ സിംഹഭാഗം കൊണ്ട് അവർ പോകും. ഇതാണ് പ്രശ്നം. ഇവിടെ അറിയേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാല് ഈ കാര്യം ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമാകേണ്ട കാര്യമേ ഇല്ല. സംവരണം എന്ന് പറയുന്നത് ഭരണഘടനാപരമായിട്ട് സെറ്റിൽഡ് ഇഷ്യൂ ആണ്. അത് ആർക്ക് കൊടുക്കണമെന്ന് സാമൂഹിക ഭിന്നതാവസ്ഥകൾ കൊടുക്കണമെന്ന് കൃത്യമായ തീരുമാനം ഭരണഘടനാപരമായിട്ടുണ്ട്. അംബേദ്കറുടെ ഭരണഘടന അതിൽ കൃത്യമായ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ആ വ്യവസ്ഥയ്ക്ക് അനുകൂലമാകുന്ന സാമൂഹിക സാഹചര്യവും രാഷ്ട്രീയവും ദേശീയ ചിന്തയുമാണ് ഡോക്ടറിൽ തൊട്ടിട്ട് വീര സവർക്കർ തൊട്ടിട്ട് ശ്രീനാരായണ ഗുരു തൊട്ട് ഇവരെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം അദ്ദേഹത്തോട് ANIയുടെ മാധ്യമപ്രവർത്തകൻ ചോദിച്ചിട്ടില്ല. നിങ്ങൾ മുസ്ലിങ്ങൾക്ക് എന്ത് കൊടുക്കുമെന്നൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. എന്നിട്ടും ഇങ്ങനെയാണ് മറുപടി പറയുന്നത്. ആ മറുപടിയുടെ കാരണം അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കൃത്യമായും ഈ സംവരണത്തിന് മുസ്ലിങ്ങൾ കൊടുക്കുന്നതിനപ്പുറം നിലവിൽ സംവരണം കിട്ടുന്നവരുടെ സംവരണം ഇല്ലാതാക്കുന്നതിന് ഒരു പദ്ധതി BJPക്കൊക്കെ ഉണ്ടെന്നുള്ള പ്രചരണമാണ് കൂടുതൽ അപകടകരം. അതിന്റെ മറുപടി ഞാൻ പറഞ്ഞത് അതങ്ങനെയല്ല. സംവരണം, സാമൂഹിക സമരസത, ഈ കാര്യമൊക്കെ ഇന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മോഹൻജി ഭഗവത്തൊക്കെ പറയുന്നത് വ്യക്തമായിട്ടൊന്നും വേറെ ആരും പറഞ്ഞിട്ടില്ല. അതുപോലെ 1962 ബാലസാഹബ് ദേവരശ്രീ തൊട്ടുകൂടായ്മ ഒരു പാപം അല്ലെങ്കിൽ വേറെ ഒന്നും പാപമല്ല അദ്ദേഹം പറഞ്ഞു. അതുപോലെ സവർക്കർ 1930 ഈ തൊട്ടുകൂടായ്മയും ജാതിപരമായ വേർതിരിവ് ഉൾക്കൊള്ളുന്ന 7 കാര്യങ്ങൾ ഒഴിവാക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതൊന്നും വിശദീകരിക്കാൻ സമ്മേളനത്തോട് പറയുന്നില്ല. മാത്രമല്ല എല്ലാവർക്കും തൊഴിൽപരമായ വിവേചനം പോലും ഇല്ലാതെ എല്ലാവരും ആയുധമെടുത്ത് പോരാടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഭാരതത്തിൽ ഉണ്ടാകുമെന്ന് 1910 ആവശ്യപ്പെട്ട സവർക്കറാണ്. ഇതെല്ലാം കഴിഞ്ഞ് മോദിജി വന്നു. മോദിജി വന്നപ്പോൾ മോദിജി ആവർത്തിച്ച് കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് വേണ്ടി എല്ലായിടത്തും പറയുന്നുണ്ട് ഈ സാമൂഹിക ഭിന്നാവസ്ഥ നിൽക്കുന്ന ആളുകളുടെ സംവരണം ഒരു ഘട്ടത്തിൽ ഞാൻ ഇല്ലാതാക്കില്ല എന്ന്. തന്നെ വേറൊന്നുകൂടെ പറഞ്ഞു, മതപരമായ സംവരണം ഞാൻ ജീവിച്ചിരിക്കുകയാണ് കൊടുക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു. അത്ര കൃത്യമായ നിലപാടെടുത്താണ് മുസ്ലിം സംവരണം കൊടുക്കാമെന്ന് പറഞ്ഞ് വർഗീയ പീഡനത്തിന്റെ രാഷ്ട്രീയമായിട്ട് രാഹുൽ ഗാന്ധിയും ഈ പറയുന്ന നമ്മുടെ ഇദ്ദേഹം ലല്ലു പ്രസാദ് വരുന്നുണ്ട്. ലല്ലുവിനെ ഒറ്റപ്പെടുത്തി കാണണ്ട. ലല്ലു വല്ലതിന് കാരണം ഒരു കാര്യം ഓർക്കണം. ആന്ധ്രാപ്രദേശില് YS രാജശേഖര റെഡ്ഡിയുടെ ഗവൺമെന്റ് ഉള്ള കാലത്ത് സോണിയയാണ് ന്യൂനപക്ഷ സംവരണത്തിന്റെ ഒരു ആശയവുമായി വന്ന് അങ്ങനെ ഒരു നിയമം അവിടെ പാസ്സാക്കാൻ ശ്രമിച്ചത്. എന്തിനാണ് സോണിയയ്ക്ക് ന്യൂനപക്ഷ സംവരണത്തിൽ താല്പര്യം? ആലോചിച്ച് നോക്കൂ. ഞാൻ അതിന്റെ കാരണങ്ങൾ നിങ്ങൾക്ക് വിടുന്നു, ആലോചിച്ച് നോക്കിയാൽ മതി. എല്ലാവരും അവരവരുടെ താല്പര്യങ്ങൾ നോക്കാൻ വേണ്ടി പല കാര്യങ്ങളും കൊണ്ടുവരും. ലാലു പ്രസാദ് ചെയ്യുന്നത് 10 വോട്ടിന് വേണ്ടി, വോട്ട് കിട്ടാൻ വേണ്ടി വഴിക്കപ്പുറമായിട്ട് യാതൊരു താല്പര്യം അവിടെ ഇല്ല. ഒരു കാര്യം തീർത്ത് ഉറപ്പാണ്, എന്ന് വരെയാണോ പാവപ്പെട്ട പട്ടിണിക്കാരായ ഈ പിന്നോക്ക ജനങ്ങൾക്ക് സംവരണം ആവശ്യമുള്ളത്, അനിവാര്യമായത്, അന്ന് വരെ അത് കൊടുക്കണമെന്നും കൊടുത്തേ തീരുമെന്നുമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘവും ഭാരതീയ ജനതാ പാർട്ടിയും ഇപ്പൊ നരേന്ദ്രമോദിയും എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. തന്നെയല്ല, കൃത്യമായിട്ട് അറിയാം ആ സംവരണം അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം എടുത്താല് അത് ബഹുഭൂരിപക്ഷവും 90% ഭാരതത്തിലെ ഹിന്ദുക്കളാണെന്നുള്ള ബോധം എന്തായാലും അവർക്കുണ്ടാവുമല്ലോ. അപ്പം പ്രായോഗിക ദൃഷ്ടി കണ്ടാലും ഒരു കാരണവശാലും സംവരണത്തിന് ദോഷമുണ്ടാകുന്ന തരത്തില് ഒരു പ്രവൃത്തി ഉണ്ടാവില്ല. ഒരു കാര്യങ്ങൾ ഓർത്തുകൊള്ളുക. ഇപ്പൊ രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സംവരണത്തിന് ശതമാനം 50 കൂട്ടുമെന്ന്. അത് കൂട്ടെടുത്ത് കൂട്ടിയിട്ടുണ്ട്. കാരണം ഇപ്പൊ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അവർക്ക് 10% സംവരണം മോദിജി 2018 നിയമനിർമ്മാണത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് 50% മുകളിലാണ്. വളരെ കൃത്യമാണ്. ആ സംവരണം പാവപ്പെട്ട മുസ്ലിമിനും പാവപ്പെട്ട ക്രിസ്ത്യാനിക്കും പാവപ്പെട്ട ഹിന്ദുവിനും മറ്റു സംവരണമൊന്നും കിട്ടുന്നില്ല, കിട്ടുകയും ചെയ്യും. അപ്പൊ ന്യായമായി
ജാതിപരമായ സാമൂഹിക പിന്നോക്കാവസ്ഥയും സാമ്പത്തിക അവസ്ഥയും പരിഗണിക്കുന്ന ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുക. ആ സാമ്പത്തിക സമ്മേളനത്തിന്റെ അവതരണം വന്നപ്പോൾ അതിനെ അവതരണത്തിന് പോലും എതിർത്ത 3 പേരേ ഉള്ളൂ ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടായിരുന്നു, ലോക്സഭയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് അഷറുദ്ദീൻ ഒവൈസി, മുസ്ലിം തീവ്രവാദിയാണ്, അറിയാം. 2 മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി. 3 തിരുവനന്തപുരത്തിന്റെ MP ഡോക്ടർ ശശി തരൂര്. ആ ലജ്ജാകരമായ സാഹചര്യം നമ്മൾ കണ്ടതാണ്. അവസാനമായി ഒരു ചോദ്യം കൂടി. ആ ചോദ്യം ബീഹാറിലെ പാട്നയിൽ നിന്ന് മാറി കേരളത്തിൽ വന്ന് നിന്ന് ചോദിക്കുകയാണ്. ഇത് ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ ഇന്നലെ രാവിലെ മുതൽ ഈ വാർത്ത ചർച്ചയാക്കുന്നുണ്ട്, വലിയ തോതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇതൊരു വാർത്തയല്ല? കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് INDA മുന്നണിക്ക് അനുകൂലമായി വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായ പരിഗണന കൊടുക്കും. INDA മുന്നണി എന്ന് പറയുന്നത് കേരളത്തിലെ ഇടതു വർഗീയ മുന്നണിയും വലതു വർഗീയ മുന്നണിയും എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ 2ാം വിഭജനത്തിന്റെ ഫലമായി ഉണ്ടായതാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള വലതു വർഗീയ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെയുള്ള ഇടതു വർഗീയ മുന്നണിയും. ഈ 2 വർഗീയ മുന്നണിയും മുസ്ലിം വർഗീയ താല്പര്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള കൊട്ടേഷൻ എടുത്തിട്ടുള്ളത് രണ്ടാണ്. അല്ല, അവരെ പീഡിപ്പിക്കണം എന്നുള്ളതുകൊണ്ടാണ് അവര് ഇവിടെ അത് ഒഴിവാക്കി വെക്കുന്നത്. അല്ലെങ്കിൽ തന്നെ മനോരമയും ചന്ദ്രികയും സ്വയം വിറ്റ മാതൃഭൂമിയും ദേശാഭിമാനിയും ഒക്കെ ദേശീയതയ്ക്കും രാഷ്ട്രത്തിനും അനുകൂലമായ വാർത്ത എന്നാ കൊടുത്തിട്ടുള്ളത്. അത് ഇനി പ്രതീക്ഷിക്കണം. അവരുടെ ദൃശ്യമാധ്യമങ്ങളിൽ നിന്നും അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പ്രതീക്ഷ ഉള്ളത് ABC, മീഡിയ മലയാളം എന്നൊക്കെ പറയുന്ന ദേശീയ പ്രസ്ഥാനങ്ങളോടൊപ്പം നിൽക്കുന്ന, ഒപ്പം എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനം നടത്തുമ്പോഴും ദേശീയ പ്രസ്ഥാനങ്ങളെ അകറ്റി നിർത്താൻ ആഗ്രഹിക്കാത്ത മാധ്യമങ്ങളിൽ നിന്ന് മാത്രം ന്യായമായ വാർത്താ പരിഗണന പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി സർ.